വയനാട് പുൽപ്പള്ളിയിലും പരിസരങ്ങളിലും ഭീതി പരത്തിയ അമരക്കുനി കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ട് 6 കടുവയും വഹിച്ചുകൊണ്ടുള്ള വാഹനം തിരുവനന്തപുരം മൃഗശാലയിലേക്ക് പുറപ്പെട്ടത്. 10 ദിവസം അമരക്കുനി പ്രദേശത്തെയാകെ ഭീതിയിലാഴ്ത്തിയ പെൺകടുവ 5 ആടിനെയും കൊന്നിരുന്നു. കേരള വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ വിവരങ്ങളില്ലാതിരുന്ന കടുവയാണിത്. കുപ്പാടി വന്യമൃഗ പരിചരണ കേന്ദ്രത്തിലെ സ്ഥലപരിമിതി കാരണമാണ് 2 കടുവകളെ മൃഗശാലയിലേക്ക് മാറ്റാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ക്വാറന്റൈനിലേക്കുള്ള ആ ഇൻപേഷ്യൻ്റ് ഹൗസിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് ആവശ്യമായ ചികിത്സ എന്തൊക്കെയാണെന്നുള്ളത് നിർണ്ണയിക്കുകയും അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പരിശോധനകളും നടത്തി കഴിഞ്ഞ് അവയ്ക്ക് ഇപ്പോൾ അതിനുള്ള ഇൻഷുറിയും എല്ലാം മാറ്റി ശുശ്രൂഷിച്ച് അതിനെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്പ്ലേയിലോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കും. ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കാട്ടിലുണ്ടായിരുന്ന സമയത്തുണ്ടായ കുറച്ച് മുറിവുകളാണ് പ്രധാനമായിട്ടും ആരോഗ്യ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു കയ്യിലെ മുറിവുണ്ട്. അപ്പോൾ അതെല്ലാം ചികിത്സിച്ച് ഭേദമാക്കേണ്ടതുണ്ട്. എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും. ഇഞ്ചുറി എത്രത്തോളം ഡീപ്പാണ്, അതിന് ഫ്രാക്ചർ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ബാക്കി ചികിത്സ കൊടുക്കുക. ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യും. അത് നാളെ മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇന്നൊരു ദിവസം തന്നെ റെസ്റ്റ് കൊടുക്കും. പരിക്കെന്തായാലും ഗുരുതരമല്ലല്ലോ. ഇപ്പൊ കണ്ടതിൽ ഗുരുതരമായിട്ട് കാണുന്നില്ല. അതിന് എക്സ്റേ എടുത്താലേ ബാക്കി അറിയാൻ പറ്റുള്ളൂ.